പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിൻ്റെ അവസാനത്തെ വചനം, എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. ഒരാള് വിജ്ഞാനിയാണോ, അറിവുള്ളവനാണോ, കർത്താവിലേക്ക് ചാഞ്ഞിരിക്കുന്നവനാണോ എന്ന് അവൻ്റെ പ്രവൃത്തികൾ വഴി അറിയാമെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. കൃത്യമായിട്ട് നമ്മളെ ആ ഒരു ജ്ഞാനം എന്താണെന്ന് പ്രതിവചന സങ്കീർത്തനം നമ്മളോട് പറഞ്ഞു തരും. കർത്താവെ അങ്ങയെ അനുഗമിക്കുന്നവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ജ്ഞാനമുള്ളവൻ ഏത് വഴി നടക്കുമെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണത്. ജ്ഞാനം അതിൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. ജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി എന്തായിരിക്കും എന്നുള്ളതാണ് ഈ പ്രതിവചന സങ്കീർത്തനം നമ്മളോട് പറയുന്നത്. അങ്ങയെ അനുഗമിക്കുന്നവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ജീവൻ്റെ പ്രകാശത്തിലേക്ക് ജ്ഞാനിയായ മനുഷ്യൻ നടന്നെടുക്കുന്നത് ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടാണ്. അതാണ് നമ്മൾ ഒന്നാമത്തെ വായനയിൽ കാണുന്നത്. നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നത്, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. എല്ലാം ഭയങ്കര കണക്റ്റഡ് ആണ്. ശരിക്കും നിങ്ങൾ ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ ചരിക്കാനാണ് കർത്താവ് സുവിശേഷത്തിൽ പറയണത്. ഇങ്ങനെ ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി സങ്കടം പറയുന്ന, പരാതി പറയുന്ന ചെറിയ പിള്ളേരൊക്കെ, ചന്തസ്ഥലത്തെ പിള്ളേരെ കണക്കാണ് നിങ്ങൾ എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് എത്തിയിട്ടില്ല. വഴിയും സത്യവും ജീവനുമായ എന്നെ അറിയുന്നതിന് പകരം മറ്റു പല കാര്യങ്ങളിലും അവൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറ്റം കണ്ടുപിടിക്കുകയും അവൻ്റെ നിയമപരമായ പഴുതുകൾ തേടുകയും ചെയ്ത് കുഞ്ഞു കാര്യങ്ങൾക്ക് ഇങ്ങനെ തല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുങ്ങളെ പോലെയാണ്. നിങ്ങൾ എന്നിലേക്ക് എത്തിച്ചേരാന്നുള്ളതാണ് നിങ്ങൾ ജ്ഞാനികളാണെന്ന് അടയാളപ്പെടുത്താനായിട്ടുള്ള ഒരേ ഒരു വഴി. ആ ഒരു ജ്ഞാനിയാണെന്നറിയുന്നതിന് ചെയ്യേണ്ട കാര്യം കർത്താവിൻ്റെ അനുഗമിക്കുക. ജീവൻ്റെ പ്രകാശത്തിലേക്ക് എത്തിച്ചേരുന്നതിന് അവനെ അനുഗമിക്കുക. നീ പോകാനുള്ള വഴി പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരോടുമായിട്ട് വചനം പറയുന്ന ഒരു കാര്യമാണ്, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, സന്തതികൾക്ക് വരെ അനുഗ്രഹം കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ചരിച്ചിരുന്നെങ്കിൽ, ഞാൻ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നിന്റെ ജീവിതം കൊണ്ടുപോയിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നിന്റെ തലമുറകൾക്ക് അനുഗ്രഹം വർഷിക്കപ്പെടുമായിരുന്നു. ഇന്ന് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദേ ഷണ്ടാൾ എന്ന് പറയുന്ന വിശുദ്ധയുടെ തിരുനാളാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം വിശുദ്ധ ഫ്രാൻസിസ് ഡി സൈൽസിനെ കണ്ടുമുട്ടിയ ഈ സ്ത്രീ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സുരക്ഷിതമാക്കിയതിന് ശേഷം വിസിറ്റേഷൻ സഭയുടെ കോഫൗണ്ടർ ആവുന്നുണ്ട്. അത്രയും കാലം ജീവിച്ചിരുന്ന ജീവിതം, ഈ മക്കളെ നോക്കി തീർക്കേണ്ടിയിരുന്നൊരു ജീവിതം, പിന്നീട് അവർ ജീവിക്കുന്നത് ഈ ലോകത്തിന് മുഴുവൻ ക്രിസ്തുവിനെ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ വിശുദ്ധയുടെ വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് വേണ്ട, ഇന്നത്തെ കാലത്തിന് വേണ്ട ഒരു വിശുദ്ധയാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ടോ? നിങ്ങൾക്ക് ഇൻലോസ് ഉണ്ടോ? അമ്മായിയപ്പനും അമ്മായിയമ്മയും ഒക്കെ ഉണ്ടോ? ഇങ്ങനെ വല്ലാതെ വേദനിച്ച് കഴിയുന്ന, മക്കളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ടോ? അവരുടെയൊക്കെ മധ്യസ്ഥയായിട്ടാണ് തിരുസഭ ഈ വിശുദ്ധയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കി വൈധവ്യത്തിൻ്റെ സങ്കടവും പറഞ്ഞ് ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങി തീരേണ്ടിയിരുന്നൊരു ജീവിതം ഇന്ന് ഈ ലോകത്ത് മുഴുവൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുടെ ഇൻലോസിൻ്റെ പരസ്പരം കലഹിക്കാൻ നിൽക്കുന്ന അമ്മായിയമ്മ അമ്മായിയപ്പൻ മരുമകനൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന ഇങ്ങനെ വൃദ്ധരായിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ആശ്വാസമായിട്ട് ഒരു വിശുദ്ധ ജീവിതമായി ഇവരുടെ ജീവിതം മാറുന്നതിന് കാരണം ഇതാണ്, അങ്ങയെ അനുഗമിക്കുന്നത് കൊണ്ട്. കർത്താവ് പറയുന്ന അതാണ്, നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. കർത്താവെ വഴികാട്ടിയാവണേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ശരിക്കും അങ്ങിലേക്കുള്ള വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. രാജാക്കന്മാർക്ക് മുൻപിൽ നക്ഷത്ര വെളിച്ചം തൂക്കിക്കൊടുത്ത തമ്പുരാനെ, ഇടയന്മാർക്ക് മാലാഖമാരുടെ ഓർമ്മപ്പെടുത്തലുകൾ ആ ഒരു വഴി കാട്ടിയാക്കി മാറ്റിയ കർത്താവെ, ഞങ്ങൾക്കും
അങ്ങയിലേക്കുള്ള വഴി തെളിച്ചു തരണമേ എന്ന് ഈ ആഗമന കാലത്തിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. അവനിലേക്ക് എത്തിച്ചേരുന്നത് വരെ നമ്മുടെ ഉള്ളിൽ പ്രകാശം കയറും, സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് ഏത് വഴി പോകണമെന്ന് പോലും നമുക്ക് തിരിച്ചറിയാം. കർത്താവേ, ഞങ്ങളെ വെളിച്ചം നൽകി ആശീർവദിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ ആശീർവാദം ചെയ്യും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഈ വചനങ്ങൾ ഇങ്ങനെ ഉള്ളില് കേട്ടുകൊണ്ടിരിക്കണം. ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ. ഐ ആം ദ വേ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ട്രൂത്ത്. ഞാൻ മാത്രമാണ്, വേറൊന്നുമല്ല, വേറൊരാളില്ല, വേറൊരു വഴിയില്ല, വേറൊരു സത്യമില്ല, വേറെ ജീവനില്ല. കർത്താവെ, അങ്ങിലേക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുന്ന രാത്രിയാണ്. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.